പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുക ധാർമ്മിക ദൈവശാസ്ത്രത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതിൻ്റെ തുടർച്ചയായിട്ട് മനസാക്ഷി എന്ന യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കി. മനസാക്ഷി എന്നുള്ളത് നമ്മുടെ സംസാര ഭാഷയിൽ സാധാരണഗതി കടന്നു വരുന്ന ഒരു പദപ്രയോഗമാണ്. അവനൊരു മനസാക്ഷി ഇല്ലാത്തവനാണ് എന്നത് ഒരുപക്ഷെ ഒരാളെ ആക്ഷേപിക്കാൻ പറയാവുന്ന ഏറ്റവും കഠിനമായ പദങ്ങളിലൊന്ന് മനസാക്ഷി ഇല്ലാത്തവനാണ്. അപ്പം നമ്മൾ മനസാക്ഷി എന്ന് സ്ഥിരമായി ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിലും എന്താണ് മനസാക്ഷി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ വ്യക്തതയില്ല എന്നുള്ളതാണ് സത്യം. ഒരുവൻ മനസാക്ഷി ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ചൊരു നല്ലതാണ് പറയുന്നത്. മനസാക്ഷി ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് ദോഷമാണ് പറയുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം ഓരോരുത്തരുടെയും മനസാക്ഷികൾ വ്യത്യസ്തമാണ്. എല്ലാവരും പറയുന്നത് എൻ്റെ മനസാക്ഷി അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചത്, അതുകൊണ്ട് ഞാൻ ചെയ്തത് തെറ്റല്ല, എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ ചെയ്യുന്നത് ശരിയാണ്. അപ്പോൾ ഈ മനസാക്ഷിയാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡമെങ്കിൽ ആത്യന്തികമായി ഈ ലോകത്ത് തിന്മയെന്നത് എന്ത് എന്നുള്ളൊരു പ്രശ്നം ശേഷിക്കുന്നു. വാസ്തവത്തിൽ മനസാക്ഷിയാണ് എല്ലാ നന്മയുടെയും മാനദണ്ഡമെന്ന് പറയുമ്പോഴും വലിയൊരു അപകടത്തിലേക്കാണ് നാം ചെന്നെത്തുന്നത്. മനസാക്ഷിയുടെ ശരിയും തെറ്റും എങ്ങനെയാണ് തിരിച്ചറിയുക? എങ്ങനെയാണ് ഒരുവൻ്റെ മനസാക്ഷിയുടെ നിഗമനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? മനസാക്ഷിയോട് എത്ര കണ്ട് വിശ്വസ്തത പുലർത്താൻ മനുഷ്യന് കഴിയുന്നു? അതുകൊണ്ട് മനസാക്ഷിയോടുള്ള ഒരുവൻ്റെ പ്രതിബദ്ധത, മനസാക്ഷിയുടെ പ്രേരണകളോടുള്ള ഒരുവൻ്റെ സമർപ്പണ ബുദ്ധി, അതിനെയൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ളതും ശരിക്കും ധാർമ്മികമായ ഒരു പ്രതിസന്ധി തന്നെയാണ് എന്നാണ് ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഈ മനസാക്ഷി എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്താ ഈ മനസാക്ഷി? മനസാക്ഷിയെക്കുറിച്ച് പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. മനഃശാസ്ത്രജ്ഞനായ മനഃശാസ്ത്ര പിതാവെന്ന് പോലും അഭിധാനമുള്ള സാക്ഷാൽ സിഗ്മണ്ട് ഫ്രോയിഡ് മനസാക്ഷിയെ മനുഷ്യ മനസ്സിലെ ഒരുതരം സൂപ്പർ ഈഗോ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. അതായത് ഒരു കുഞ്ഞ് അതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ തദൃശമായ സ്ഥാനങ്ങളിലുള്ള ഗുരുഭൂതരിൽ നിന്നോ സഭാധികാരികളിൽ നിന്നോ കിട്ടിയ പല ഉൾക്കാഴ്ചകൾ, അരുത് എന്നുള്ള കൽപ്പനകൾ, അവയെല്ലാം കൂടി ചേർത്ത് വെച്ച് അവൻ്റെ മനസ്സിലെ ശിശുഭാവത്തെ, അതുപോലെ തന്നെ ഈ യൗവനഭാവത്തെ, പിതൃഭാവത്തെ ഒക്കെ രൂപീകരിക്കുന്ന വസ്തുതകൾ ഉണ്ട് എന്ന്, ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്നൊക്കെ പറഞ്ഞ് ഫ്രോയിഡ് മനുഷ്യ മനസാക്ഷിയെ അതിൻ്റെ മനസ്സിൻ്റെ തലങ്ങളെ രൂപീകരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പൊതുജനമോ മതമോ ഒക്കെ മനസാക്ഷി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഈ സൂപ്പർ ഈഗോ തലമാണ് എന്ന് ഫ്രോയിഡ് വാദിക്കുന്നു. സൂപ്പർ ഈഗോ തലം മാത്രമാണോ വാസ്തവത്തിൽ മനസാക്ഷി എന്ന് ചോദിച്ചാൽ, സൂപ്പർ ഈഗോ പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഫ്രോയിഡിൻ്റെ സൂപ്പർ ഈഗോ സങ്കല്പത്തെക്കാളൊക്കെ വളരെ ഉദാത്തമാണ്, ഉന്നതമാണ് ഈ മനസാക്ഷിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത വസ്തുത. അപ്പം എന്താണ് മനസാക്ഷി എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ എന്താണ്? മനുഷ്യനിലെ ദൈവസ്വരമാണ് മനസാക്ഷി. ഒരുപക്ഷെ എളുപ്പത്തിൽ പഴയ ധാർമ്മിക ദൈവശാസ്ത്ര കൈപ്പുസ്തകങ്ങളൊക്കെ മനസാക്ഷി എളുപ്പത്തിൽ നിർവചിക്കുന്നത് ഇറ്റ് ഈസ് സിംപ്ലി ദ ഡിവൈൻ വോയിസ് വിത്തിൻ എവരി ഇൻഡിവിജ്വൽ എന്നാണ്. അതായത് ഓരോ മനുഷ്യ വ്യക്തിയിലുമുള്ള ദൈവസ്വരമാണ് മനസാക്ഷി. അവരനെ ഉപദ്രവിച്ചും അവനെ ചൂഷണം ചെയ്തും
പരമാവധി സമ്പാദിക്കുന്നതിൽ എൻ്റെ മനസാക്ഷി ഒരു തെറ്റും കണ്ടെത്തുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയുടെ മനസ്സിൽ ഈ അഴിമതി കാണിക്കുന്നതോ അന്യായം കാണിക്കുന്നതിലോ ഒരു തെറ്റും അവൻ അനുഭവപ്പെടുന്നില്ല എങ്കിൽ ആ മനസാക്ഷിയൊക്കെ ദൈവസ്വരമാണ്. വാസ്തവത്തിൽ മനസാക്ഷി ദൈവസ്വരം ആകേണ്ടതായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അല്ലാതെ എല്ലാ മനുഷ്യൻ്റെയും മനസാക്ഷി ദൈവസ്വരമാണ് എന്ന് പറയുന്നത് അപകടകരമാണ് എന്നുള്ളതാണ് സത്യം. ഏതാണെങ്കിലും മനസാക്ഷിയിൽ 3 തലങ്ങളുണ്ട് എന്നുള്ളത് ധാർമ്മിക ദൈവശാസ്ത്രം എപ്പോഴും അംഗീകരിക്കുന്ന വസ്തുതയാണ്. അതായത് ഒരു കാര്യത്തെ അറിയുക, അറിവ് അതിനൊരു ബൗദ്ധിക തലമാണ്. കാര്യങ്ങളെ അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളതിനെ വിലയിരുത്താൻ വേണ്ടി, അത് ശരി തെറ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അറിയാത്ത ഒന്നിനെക്കുറിച്ച് നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് ബാധ്യതകളില്ല എന്നുള്ളതാണ് സത്യം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ എവിടെയോ നിലനിൽക്കുന്ന ഒരു നാട്ടാചാരത്തിൻ്റെ ശരിയും തെറ്റും നമ്മൾ വിലയിരുത്തേണ്ട കാര്യമില്ല, വിലയിരുത്താറുമില്ല. കാരണം എന്താ? അവയെക്കുറിച്ച് നമുക്ക് അറിവില്ല. അപ്പം അറിഞ്ഞതിനെയാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്ന് പറയുമ്പോൾ മനസാക്ഷിക്ക് ഒരു അറിവിൻ്റെ തലമുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ പല തീരുമാനങ്ങളെയും തിരഞ്ഞെടുപ്പുകളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ വൈകാരിക തലമാണ്. ഒരു വികാര വിക്ഷോഭത്തിൻ്റെ അവസരത്തിൽ മനുഷ്യൻ പറയുന്ന വാക്കുകൾ അവൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ മനസ്സിനെ അങ്ങേയറ്റം മുറിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞു. വാസ്തവത്തിൽ ഒരിക്കലും അവൻ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു പദമായിരിക്കും അന്നേരം ഉപയോഗിച്ചു. യഥാർത്ഥത്തിൽ അവനത് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവൻ സുബോധത്തോടെയാണ് സംസാരിക്കുന്നത് എങ്കിൽ അവൻ്റെ ബൗദ്ധിക തലത്തെ വൈകാരിക തലം വിഴുങ്ങിയപ്പോൾ ഈ വൈകാരികത അവൻ്റെ മനസാക്ഷിയെ സ്വാധീനിച്ചു എന്ന് ന്യായമായും നമുക്ക് ചിന്തിക്കാവുന്ന വസ്തുതയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസാക്ഷിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിഗണിക്കേണ്ട വസ്തുത, അത് പ്രവൃത്തി തലത്തിൽ എത്തുന്നതിന് മുൻപ് ഇത് രണ്ടും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഒരുവനെ കൊല്ലണം എന്നൊരാൾ ചിന്തിച്ചു എന്നതും ഒരുവൻ മറ്റൊരുവനെ കൊന്നു എന്ന് പറയുന്നതും ഒരേ പോലത്തെ പ്രവൃത്തിയല്ല. ചിലപ്പോൾ ഒരു വൈകാരിക വിക്ഷോഭത്തിൽ അവനെ കൊല്ലണം എന്ന് ചിലപ്പോൾ മനസ്സിൽ തോന്നി, വീണ്ടും അതിനെക്കുറിച്ച് ചിന്ത നടത്തി അത് ചെയ്യാൻ പാടില്ല എന്ന നിഗമനത്തിലെത്തി അവൻ ആ പ്രവൃത്തി ചെയ്തുമില്ല. അപ്പോൾ അറിവ്, വികാരം, പ്രവൃത്തി ഈ 3 തലങ്ങളും മനസാക്ഷിയെ സ്വാധീനിക്കുന്ന വസ്തുതകളാണ് എന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കാം. ബൈബിൾ മനസാക്ഷിയെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ മനസാക്ഷിയെക്കുറിച്ച് പഴയ നിയമത്തിൽ കൃത്യമായൊരു ഹീബ്രു പദം ഇല്ല എന്നുള്ളതാണ് സത്യം. വിജ്ഞാന ഗ്രന്ഥത്തിൽ മാത്രമാണ് വിജ്ഞാന ഗ്രന്ഥങ്ങളിലാണ് ഇത് ഇപ്രകാരം നമ്മൾ കാണുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബൈബിളിൽ നമ്മൾ ഇത് കാണാൻ സാധിക്കുന്നത് വിജ്ഞാനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ്. മനുഷ്യൻ അവൻ്റെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് അവൻ്റെ മനസാക്ഷിയെ രൂപീകരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ് വിജ്ഞാന ഗ്രന്ഥം. ഗ്രീക്ക് ഭാഷയിൽ ഇതിന് ഉപയോഗിക്കുന്നത് ഒരു സുനൈദേസിസ് എന്ന ഒരു പദമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് അറിയാവുന്ന വസ്തുതയാണ്. അതായത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ മനസാക്ഷി എന്ന പദം പഴയ നിയമത്തിൽ വളരെ അപൂർവമായി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു സന്ദർഭത്തിലേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നതായിരിക്കും ശരി. എന്നാൽ മനസാക്ഷിക്ക് തുല്യമായ പല പദങ്ങളും ഹീബ്രുവിലുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഹൃദയം എന്ന പദം ഹീബ്രു ബൈബിൾ ഒരുപാട് തവണ ഉപയോഗിക്കുന്നു. ഹൃദയം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത പ്രവൃത്തികൾ അവൻ്റെ ഹൃദയത്തിൽ
കനം വർദ്ധിപ്പിച്ചു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ സത്യത്തിൽ അവിടെ ഹൃദയം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് പറയുന്ന മനസാക്ഷിയെ തന്നെയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മനസാക്ഷി എന്ന പദം അതുപോലെ ബൈബിളിലില്ല എങ്കിലും ആന്തരികതയെ, ഹൃദയത്തെ, ആന്തരിക സമ്മർദ്ദത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ മനസാക്ഷിയെ വിശേഷിപ്പിക്കുന്നതാണ് പഴയ നിയമത്തിൽ എന്ന് ചിന്തിക്കാം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലനാണ് ഈ മനസാക്ഷി എന്ന പദത്തെ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുക. ഒരുവൻ അവൻ്റെ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കാനാണ് പറയുക. ഉദാഹരണം പറഞ്ഞാൽ കൊരിന്ത്യ ലേഖനത്തിൽ 9-10 അധ്യായങ്ങളിൽ മനസാക്ഷിയെ പൗലോസ് സമൃദ്ധമായി ഉപയോഗിക്കുന്നുണ്ട്. അതായത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കാവോ എന്ന ചോദ്യത്തിന് മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കാൻ പൗലോസ് പറയുന്നുണ്ട്. നിന്റെ മനസാക്ഷി മാത്രമല്ല, നിന്റെ പ്രവൃത്തിയെ കാണുന്ന ഒരു ദുർബല മനസ്കൻ്റെ മനസാക്ഷിയെയും നീ മാനിക്കണം എന്ന് പറയുന്നു. അതുകൊണ്ട് മനസാക്ഷി എന്ന പദം ധാർമ്മികതയുമായി ബന്ധപ്പെടുത്തി ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ന്യായമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നു. ശരിയായ മനസാക്ഷി, തെറ്റായ മനസാക്ഷി, ദുർബല മനസാക്ഷി, ഉത്തമ മനസാക്ഷി തുടങ്ങിയ വിവിധങ്ങളായ വിശേഷണങ്ങളോട് ഈ പദങ്ങളെ, ഈ സുനൈദേസിസ് എന്ന ഗ്രീക്ക് പദത്തെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ വസ്തുതയാണ്. നമുക്കറിയാം, ഈ പൗലോസ്ലീഹ പറഞ്ഞതിൻ്റെയും കൂടി വെളിച്ചത്തിലാകാം ധാർമ്മിക ദൈവശാസ്ത്രം ഈ മനസാക്ഷിയെ പല രീതിയിൽ വിഭജിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തീർച്ചയുള്ള മനസാക്ഷി, സന്നിഗ്ധതയുള്ള മനസാക്ഷി. ഇപ്പം നമ്മൾ ഒരു ബസ്സിൽ കയറുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് ബസ് ഓടിക്കാൻ അറിയാമെന്നും അയാൾ നിരുത്തരവാദപരമായി വണ്ടി ഓടിക്കില്ല എന്നും അയാൾ മദ്യമോ മയക്കുമരുന്നോ കഴിച്ചിട്ടില്ല എന്നുമൊക്കെ നമ്മൾ അങ്ങ് ധരിച്ചു വയ്ക്കുന്നത് കൊണ്ടാണ് ആ ബസ്സിൽ നമ്മൾ കയറുക. ഇയാൾ മയക്കുമരുന്ന് കഴിച്ച് പൂസായി വെളിവില്ലാതെയാണ് ഇരിക്കുന്നത് എന്ന് അറിയാമെങ്കിൽ ഒരു യാത്രക്കാരൻ ബസ്സിൽ കയറിയാൽ, ഒരു വിമാനത്തിലെ പൈലറ്റ് ഇയാൾ ഈ വിമാനം പറപ്പിച്ച് കൊണ്ടുപോയി എവിടെയെങ്കിലും ഇടിച്ച് തകർക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് ചിന്തയുണ്ട് ഏതെങ്കിലും യാത്രക്കാരൻ വിമാനത്തിൽ കയറും. മറിച്ച് ഈ പൈലറ്റ് സുബോധമുള്ളവനാണെന്നും ഉത്തരവാദിത്വമുള്ളവനാണെന്നും അവൻ്റെ ജോലി ഏറ്റവും ഭംഗിയായി ചെയ്യാൻ അവൻ അറിയാം എന്നും നമ്മൾ ധരിച്ചു വയ്ക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ മനസാക്ഷി വയ്ക്കുന്ന ചില മുൻധാരണകളാണ്. ആ ധാരണകളില്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഏത് കാര്യത്തിലും ഈ ഒരു വസ്തുതയുണ്ട്. ഇപ്പം കല്യാണം, വീട്ടുകാരെല്ലാവരും കൂടി ഇടപെട്ടൊരു കല്യാണം ഒരു ചെറുപ്പക്കാരന് വേണ്ടി നിശ്ചയിച്ചു. ജീവിത പങ്കാളിയാകാൻ പോകുന്ന പെങ്കൊച്ചിനെ അവൻ ഒരുപക്ഷെ 2 അല്ലെ 3 ആഴ്ചയെ കണ്ടിട്ട് കാണുള്ളൂ, അല്ലെങ്കിൽ ആ സമയത്തെ അവർ വർത്തമാനം പറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ആ ഒരു വിവാഹത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോൾ അവൻ അറിഞ്ഞുകൂടാ അവളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താ, അവക്കറിഞ്ഞുകൂടാ ഇവൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. പക്ഷേ അവരങ്ങ് ചിന്തിക്കുകയാണ് എല്ലാം ശുഭമായി തീരും എന്നുള്ള വസ്തുത. ആ ഒരു വിശ്വാസം ഇല്ല എങ്കിൽ, വാസ്തവത്തിൽ ഇവിടെ മനസാക്ഷി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു പ്രതിഫലനമായി വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരിയായ വസ്തു. അതേസമയം മറ്റു ചില മനുഷ്യരുണ്ട്, അവർക്ക് യാതൊന്നിനെക്കുറിച്ചും തീർച്ചയും തീരുമാനമില്ല, ആകെ അസ്വസ്ഥതകൾക്ക് അടിമപ്പെട്ടു പോയ മനുഷ്യരുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. അവർക്ക് എല്ലാറ്റിനെയും കുറിച്ച് ഭയമാണ്. മരുന്ന് മേടിക്കാൻ ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഈ ഡോക്ടർ ഓപ്പറേഷൻ വിധിച്ചു, ഓപ്പറേഷൻ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതാണ്, അത് ഇയാൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്നെ ചുമ്മാ ഓപ്പറേറ്റ് ചെയ്യുന്നതാണോ? നമുക്കറിഞ്ഞുകൂടാ, നമുക്കിതിൻ്റെ സാങ്കേതികതയൊന്നും അറിഞ്ഞുകൂടാ. ഒരു ഡോക്ടർ വയറ് കീറി സ്റ്റിച്ചിട്ട് കെട്ടി ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ എന്തോ വലിയ ഓപ്പറേഷൻ നടത്തി എന്ന് നമ്മൾക്ക് വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നും ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. ആശുപത്രിക്കും ഡോക്ടർമാർക്കും ലാഭം കിട്ടാൻ വേണ്ടി അവർ ചെയ്തതാകാം.
അങ്ങനെ ചെയ്യുവോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സാധ്യതകൾ ഉണ്ട് എന്ന് ആധുനിക വാർത്തകൾ പലതും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. പക്ഷെ എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ചികിത്സ സ്വീകരിക്കാൻ വേണ്ടി സാധിക്കൂ? ഇല്ല. അപ്പോൾ തീർച്ചയുള്ള മനസാക്ഷി എന്ന് പറയുന്നതും സന്നിഗ്ധതയുള്ള മനസാക്ഷി എന്ന് പറയുന്നതും വ്യക്തിത്വത്തിലെ വൈകല്യമായിട്ട് മാത്രം അതിനെ കരുതിയാൽ പോരാ, അത് ഒരുവൻ്റെ മനസാക്ഷിയുമായി ബന്ധപ്പെട്ട വസ്തുതയാണ്. അതുപോലെ തന്നെ ശരിയായി രൂപീകരിക്കപ്പെട്ട മനസാക്ഷി, തെറ്റായി രൂപീകരിക്കപ്പെട്ട മനസാക്ഷി, അങ്ങനെയുണ്ട്. ശരിയായി രൂപീകരിക്കപ്പെട്ട മനസാക്ഷി എന്ന് പറയുന്നത് എന്താണ്? ശരിയായി രൂപീകരിക്കപ്പെട്ട മനസാക്ഷി എന്ന് പറയുന്നത് മറ്റ് മനുഷ്യരെയും കൂടി പരിഗണിക്കുന്ന, അവരുടെയും കൂടി നന്മയെ കണക്കിലെടുക്കുന്ന ഒരു മനസാക്ഷിയാണ് ശരിയായി രൂപീകരിക്കപ്പെട്ട മനസാക്ഷി എന്ന് പറയുന്നത്. എൻ്റെ മാത്രം കാര്യം സുഖകരമാവുക, അല്ലെ എൻ്റെ വീട്ടുകാരുടെ മാത്രം കാര്യം ശുഭകരമാവുക, എൻ്റെ സമുദായത്തിൻ്റെ മാത്രം കാര്യം ശുഭകരമാവുക, എൻ്റെ മതത്തിൻ്റെ മാത്രം കാര്യം ശരിയാവുക എന്ന മട്ടിൽ വ്യക്തികളുടെ മനസാക്ഷി രൂപീകരിക്കപ്പെടുമ്പോഴാണ് ഈ വർഗീയവാദങ്ങൾ, തീവ്രവാദങ്ങൾ ഒക്കെ ശക്തിപ്പെടുക. നമുക്കറിയാം, തീവ്രവാദികൾ എന്തോ ഒരു കരുണയില്ലാതെ ക്രൂരതയോടെയാണ് പെരുമാറുക. എട്ടും പൊട്ടും തിരിച്ചറിയാത്ത കുഞ്ഞുങ്ങളുള്ള പള്ളിക്കൂടത്തിൽ ചെന്ന് നേഴ്സറി കുഞ്ഞുങ്ങളെ മുഴുവനും നിരത്തി നിർത്തി വെടിവെച്ചു കൊന്നത് അടുത്ത കാലത്ത് നമ്മൾ പത്രങ്ങളിൽ വായിച്ച ഒരു ഭീകരമായ സംഭവമാണ്. ആ കൊച്ചുങ്ങൾക്ക് മതം എന്താണെന്ന് പോലും പിടിയില്ല എന്നുള്ളതാണ് സത്യം. ഇതെന്തിനാ തങ്ങളെ കൊല്ലുന്നത്? ഈ കൊല്ലാൻ വരുന്നവൻ്റെ കയ്യിലിരിക്കുന്ന തോക്കാണ്, ഇത് വലിച്ചാൽ വരുന്ന വെടിയുണ്ട കൊണ്ട് തങ്ങളുടെ തല ചിതറിപ്പോകും എന്ന് പോലും അറിയാത്ത പ്രായത്തിൽ ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ 150ഓളം കുഞ്ഞുങ്ങളെ വെടിവെച്ചു കൊന്നതിൻ്റെ ചിത്രം ദൃശ്യമാധ്യമങ്ങളിൽ വന്നപ്പോൾ മനസാക്ഷിയുള്ളവരെല്ലാവരും ചിന്തിക്കും, ഇതെന്ത് ക്രൂരതയാണ് ഈ മനുഷ്യർ കാണിക്കുക. പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ എന്താണ്? അവർ ചെയ്തത് വളരെ ന്യായവും യുക്തവുമായ എന്തോ വീരാളിപ്പട്ട് നേടേണ്ട പ്രവൃത്തി എന്നുള്ളതാണ്. പ്രശ്നം എവിടെയാണ് എന്ന് ചോദിച്ചാൽ, മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മനസാക്ഷി ശരിയായ വിധത്തിൽ രൂപീകരിക്കപ്പെട്ടതാണോ? അതാണ് അടിസ്ഥാനപരമായ വിഷയം. അതുകൊണ്ട് എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു എന്നൊരു വ്യക്തി അവകാശപ്പെടുന്നതിൽ ഒരു കഥയുമില്ല. നിന്റെ മനസാക്ഷി അനുസരിച്ചുള്ള പ്രവർത്തനം മറ്റുള്ളവർക്ക് ദോഷകരമാകുന്നു, വിനാശകരമാകുന്നു എങ്കിൽ നിന്റെ മനസാക്ഷി ശരിയല്ല, അത് തിന്മയ്ക്ക് സമാനമായ ഒരു പ്രേരണയും പ്രചോദനവുമായി രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ് സത്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഈ മനസാക്ഷിയെ വിഭജിച്ചു തുടങ്ങുമ്പോൾ അക്വീനാസ് പുണ്യവാളൻ പറയുന്നുണ്ട്, അടിസ്ഥാനപരമായ മനസാക്ഷി, പ്രായോഗിക മനസാക്ഷി എന്നൊരു വിഭജനമുണ്ട്. അടിസ്ഥാനപരമായ മനസാക്ഷി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ വ്യക്തിയാക്കി തീർക്കാൻ, അതായത് ദൈവിക നിയമത്തോട്, പ്രകൃതി നിയമത്തോട് ചേർന്ന് ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ അവനിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന മനസാക്ഷിയാണ് അടിസ്ഥാനപരമായ മനസാക്ഷി. അതേസമയം അതിൻ്റെ പ്രായോഗിക മനസാക്ഷി എന്ന് പറയുന്നത് സാഹചര്യങ്ങളിലൂടെ രൂപപ്പെട്ടു വരുന്നതും അതുപോലെ തന്നെ സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതുമാണ്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, 10ഉം 12ഉം വയസ്സുള്ള നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി തീവ്രവാദികൾ അതിക്രൂരമായ മർദ്ദനമുറകൾ അല്ലെങ്കിൽ പൈശാചികമായ കൊലപാതക രീതികളൊക്കെ ഇവരെ അഭ്യസിപ്പിച്ച് ഇവരെ ചില തെറ്റായ ആശയങ്ങൾ കൊണ്ട് ബോധവൽക്കരിച്ച് അവരെ തോക്കും കൊടുത്ത് വിടുമ്പോൾ വാസ്തവത്തിൽ അവർ സാഹചര്യങ്ങളാൽ മനസാക്ഷി രൂപീകരിക്കപ്പെട്ടു പോയ കുഞ്ഞുങ്ങളാണ്. പല തീവ്രവാദികളിലും സംഭവിക്കുന്നതാ, ഏതാനും പേരെ തീർത്തും മലിനമായ മനസാക്ഷിയുമായി ജീവിക്കുന്നു. അതേസമയം അവരുടെ മലിനതയാകുന്ന സാഹചര്യത്തിലേക്ക്
ആനയിക്കപ്പെട്ടു, അല്ലെ അതുമായി സമ്പർക്കത്തിലേർക്കപ്പെട്ടു എന്ന കാരണത്താൽ മറ്റുള്ളവരുടെ മനസാക്ഷിയും മലിനമായി പോയി എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ നമ്മുടെ ജയിൽ ശിക്ഷകൾ, വധശിക്ഷകൾ ഒക്കെ രാജ്യങ്ങൾ ന്യായീകരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇപ്രകാരം മലീമസമായ മനസാക്ഷിയുള്ള ഒരു വ്യക്തി സമൂഹത്തിൽ ജീവിക്കുന്നത് സമൂഹത്തെ മുഴുവനും മലിനപ്പെടുത്തും എന്നുള്ളതിനാൽ ആ വ്യക്തിയെ പിടിച്ച് ജയിലിലടച്ചിടുക, അവനെ സമൂഹവുമായുള്ള സമ്പർക്കത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ് ആത്യന്തികമായി ലക്ഷ്യമാക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. മനുഷ്യൻ കേവലം സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ചുറ്റുവട്ടമുള്ളവരെല്ലാവരും അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാനും അങ്ങനെയായി എന്ന് ഒരുവൻ ന്യായം പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താണ്? അവൻ്റെ മനസാക്ഷിയെ ശരിയായ ദിശയിൽ വളർത്തിയെടുക്കാനുള്ള എല്ലാ കൃപയും വരവും നൽകിയാണ് ദൈവം ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തിയും തിരിച്ചറിവിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ബോധപൂർവം സ്വതന്ത്രമായി നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് ആ വ്യക്തിയുടെ മനസാക്ഷി അപ്രകാരമായി തീർന്നിരിക്കുക. അതുകൊണ്ട് കേവലം സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് ഞാൻ എന്ന് പറയുന്നതിൽ ആത്യന്തികമായ അർത്ഥമൊന്നുമില്ല എന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഈ മനസാക്ഷിയെ നമ്മൾ പറയുമ്പോൾ മനസാക്ഷി എന്ന ആ പദം ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉയർത്തുന്ന പദമാണ്. മനസാക്ഷി എന്ന പദം ഒരുപാട് അബദ്ധ ന്യായവാദങ്ങൾക്ക് നിമിത്തമാകുന്ന പദമാണ്. അതുകൊണ്ട് ധാർമ്മികതയിൽ ഈ മനസാക്ഷി എന്ന പദത്തെ നമ്മൾ ശരിയാം വിധത്തിൽ തിരിച്ചറിയേണ്ടത്. ഈ മനസാക്ഷി എന്ന ഈ പദത്തെ കുറിച്ച് കൃത്യത നമുക്കില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ശരിയാണ് എന്നറിയാമെങ്കിൽ തീർച്ചയായും ആ ശരിയായതിൻ്റെ പിന്നാലെ നമുക്ക് പോകാം. ഒരു കാര്യം തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ ആ തെറ്റിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കാം. എന്നാൽ സന്നിഗ്ധത വരുന്നത് മറ്റൊരു സന്ദർഭത്തിൽ. ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് കൃത്യമായി ഉറപ്പില്ലാത്ത സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ എന്തു ചെയ്യണം? അതിനെക്കുറിച്ചുള്ള ചില ധാർമ്മിക മാർഗരേഖ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ശരിയും തെറ്റും കൃത്യതയില്ലാതെ വരുമ്പോൾ എന്തു ചെയ്യണം? നിലവിലുള്ള സ്ഥിതി തുടരട്ടെ എന്ന് പറയും. അതാണ് കോടതികൾ സ്റ്റേ ഓർഡർ, സ്റ്റാത്തൂസ് കോ എന്ന് ലത്തീനി പറയും. അതായത് സ്റ്റേ ഓർഡർ. ഇപ്പോൾ ഒരാളുടെ ഭൂമി കൈവശം ഇന്നയാൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരാൾ പറയുന്നു അത് എൻ്റേതാണ് എന്ന് പറഞ്ഞ് അത് പിടിച്ചെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കോടതി എന്തു ചെയ്യും? നിലവിലുള്ള സ്ഥിതി തുടരാൻ വേണ്ടി ആവശ്യപ്പെടും. അതുകൊണ്ട് നമുക്ക് സന്നിഗ്ധതയുള്ള സന്ദർഭങ്ങളിൽ പുലർത്തേണ്ട ഒന്നാമത്തെ തത്വം എന്താണ്? ശരിയായ അറിവ് ആർജിക്കുന്നത് വരെയും നിലവിലുള്ള സ്ഥിതി തുടരട്ടെ എന്ന്. പെട്ടെന്ന് ചാടിക്കേറി ഒരു വിധി പറയുകയോ പെട്ടെന്ന് ചാടിക്കേറി ഒരു പക്ഷത്ത് നിലയുറപ്പിക്കുകയോ ചെയ്യുന്നതിനേക്കാളും ബുദ്ധിപൂർവമായ ധാർമ്മികമായ നിലപാട് നിലവിലുള്ള സ്ഥിതി തുടരാൻ അനുവദിക്കുന്നതാണ് എന്ന സത്യം ഓർക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തത്വം മനസാക്ഷിയുടെ രൂപീകരണത്തിൽ ഈ സന്നിഗ്ധ സന്ദർഭങ്ങളിൽ പുലർത്തേണ്ട ഒരു തത്വം, ഒരു കുറ്റം ഒരു വ്യക്തിയുടെ മേൽ ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് തെളിയിക്കുന്നത് വരെയും ആ വ്യക്തി ഒരു നിരപരാധിയുടെ എല്ലാ അവകാശവും അധികാരവുമുള്ള വ്യക്തി തന്നെയായിരിക്കും. മറ്റൊരാളെ ആക്ഷേപിക്കാൻ ആർക്ക് ഏത് ആരോപണം വേണമെങ്കിലും ഉന്നയിക്കാം. അത് ആർക്കും ഉന്നയിക്കാം. ഈ മനുഷ്യൻ എന്നെ പീഡിപ്പിച്ചു എന്നൊരു സ്ത്രീക്ക് വേണേൽ ആരോപണം ഉന്നയിക്കും. അല്ലെങ്കിൽ ഈ മന്ത്രി അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കും. ഇവൻ 1000 കോടി രൂപ കട്ടെടുക്കുന്നത് ഞാൻ സാക്ഷിയാണ് എന്ന് വേണേൽ പറയും. അതൊക്കെ ആരോപണങ്ങൾ. ആ ആരോപണങ്ങൾ തെളിയിക്കുന്നത് വരെയും ആരോപിതനായ വ്യക്തിക്ക് നിഷ്കളങ്കനായ ഒരു വ്യക്തിയുടെ തുല്യം അവകാശ അധികാരങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത്
ഈ സന്നിഗ്ധതയുടെ സന്ദർഭങ്ങളിൽ പുലർത്തേണ്ട അടിസ്ഥാനപരമായ ഒരു ധാർമ്മിക നിയമമാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു തത്വം, രണ്ട് അഭിപ്രായങ്ങൾ തമ്മിലുള്ള അന്തരം, അതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സന്നിഗ്ധത വരുമ്പോൾ അധികാരസ്ഥാനത്തുള്ളവരുടെ വാക്കുകളെ തൽക്കാലം ഒരു പൂർണ്ണമായ അറിവ് ലഭിക്കുന്നത് വരെയും ആ വഴി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ സമൂഹത്തിലൊരു തർക്കമുണ്ട്. ജില്ലാ കളക്ടർ രംഗത്ത് വന്നു. അദ്ദേഹം എക്സിക്യൂട്ടീവ് അധികാരമുള്ള മജിസ്ട്രേറ്റ് കൂടിയാണ്. അദ്ദേഹം ഒരു കാര്യങ്ങൾ രണ്ട് പക്ഷത്തു നിന്ന് വാദമുഖങ്ങൾ ഉന്നയിച്ചു. ഒരു കമ്മ്യൂണൽ റയറ്റ് ഉണ്ടായി, ഒരു വർഗീയ ലഹളയുണ്ട്. രണ്ട് മതങ്ങളാണ്, രണ്ട് കക്ഷികൾ, രണ്ടുപേരും അവരുടെ വാദം കളക്ടറുടെ മുമ്പിൽ ഉന്നയിച്ചു. കളക്ടർ രണ്ടുപേരുടെയും കാര്യങ്ങൾ കേട്ട ശേഷം കളക്ടർ ഒരു തീരുമാനം പറയും. ആ തീരുമാനം ചിലപ്പോൾ നീതിപൂർവമായ തീരുമാനമായിരിക്കണമെന്നില്ല. പക്ഷെ എങ്കിൽ പോലും സന്നിഗ്ധതയുടെ സന്ദർഭങ്ങളിൽ അപ്രകാരം അധികാരസ്ഥാനത്തുള്ളവരെ അനുസരിക്കണം. ഒരധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു പ്രതിസന്ധിയാണ്. അങ്ങനെ വരുമ്പോൾ ആര് പറയുന്നതാണ് ശരി എന്നുള്ള സംശയം ഹെഡ് മാസ്റ്റർക്കുണ്ടാകുമ്പോൾ ഹെഡ് മാസ്റ്റർ സുരക്ഷിതമായി സ്വീകരിക്കാവുന്ന വഴി ഏതാണ്? അധ്യാപകൻ പറഞ്ഞതിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കുക എന്ന്. ആ ഒരു നിലപാടിൻ്റെ പൂർണ്ണമായ നീതിയോ അന്യായമോ അല്ല പറയും, മറിച്ച് ആ ഒരു നിലപാട് ആത്യന്തികമായി ഗുണം ചെയ്യുന്ന നിലപാടാണ്. ഏതിന്? ഈ നിലപാട് നാം സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ സന്നിഗ്ധതയുടെ സാഹചര്യങ്ങളിൽ പ്രതിസന്ധി കൂടാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് ധാർമ്മികതയെ സംബന്ധിക്കുന്ന മനസാക്ഷിക്കുള്ള ഒരു ഗൈഡ് ലൈനാണ്, അല്ലെ ഒരു മാർഗരേഖയാണ്. മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെയും നിലവിലുള്ള വ്യവസ്ഥിതി ഉടമ്പടി തുടരണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞ വിവാഹം ഒരു ഉടമ്പടിയാണ്. ഈ വിവാഹ ഉടമ്പടി ശരിയാം വിധത്തിൽ ആണോ നടന്നത് നമുക്കറിഞ്ഞുകൂടും. ആ ഉടമ്പടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കബളിപ്പിക്കലോ കൃത്രിമമായതോ നടന്നു. ഭാര്യ പറഞ്ഞു, ഈ മനുഷ്യനെ എനിക്ക് വേണ്ട, ഇയാൾ വഞ്ചകനായൊരു ഭർത്താവാണ്, അവിശ്വസ്തനായ ഭർത്താവാണ്, ഇയാളുടെ ഒപ്പം ജീവിച്ചാൽ എൻ്റെ ജീവന് തന്നെ ഭീഷണിയുണ്ട്, അതുകൊണ്ട് ഇന്ന് മുതൽ ഈ ഉടമ്പടി റദ്ദാക്കണം. അങ്ങനെ ഒരു അപേക്ഷ ഭാര്യ കൊണ്ടേ കൊടുത്താൽ, അല്ലെ ഭർത്താവ് കൊണ്ടേ കൊടുത്താൽ അന്ന് തന്നെ അത് വേർപെടുത്തിയൊന്നും കിട്ടിയല്ല. മറിച്ച് അതിന് വളരെ ദീർഘമായൊരു പ്രക്രിയയിലൂടെയുള്ളൂ. അതായത് ഏതൊരു ഉടമ്പടിയും നിലനിൽക്കുന്നു, മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെ എന്നുള്ളത് മനസാക്ഷിയെ വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു അടിസ്ഥാന വസ്തുതയാണ്. മനസാക്ഷി രൂപീകരണത്തിൽ 3 വസ്തുതകൾ പരമപ്രധാനമാണ്. ഒന്ന്, ശരിയായ അറിവ് ആർജിക്കണം. ശരിയായ അറിവില്ലാതെ മനസാക്ഷി രൂപീകരണം നടക്കുകയല്ല. അതുകൊണ്ട് എല്ലാ മേഖലകളിലുമുള്ള അറിവ്, മതപരമായ മേഖലകളിൽ, ധാർമ്മിക മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിൽ, അതുപോലെ തന്നെ ആരോഗ്യ മേഖലകളിൽ എല്ലാം അറിവുണ്ടെങ്കിൽ ഇപ്പം എന്തുകൊണ്ട് IVF തെറ്റാണ് എന്ന് ചിന്തിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ IVF അല്ലെങ്കിൽ ഈ കൃത്രിമ ഗർഭധാരണ മാർഗങ്ങളിൽ ഉപയോഗിക്കുന്ന രീതികൾ ഏതൊക്കെ എന്നറിയാമെങ്കിൽ അതിനെ മനസാക്ഷിക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അറിവ് ആർജിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കണം ഒരു പ്രവൃത്തിയെ നമ്മൾ വിലയിരുത്തേണ്ടത്. അതുപോലെ തന്നെ ഈ പ്രവൃത്തിയെ വിലയിരുത്തുമ്പോൾ അത് കേവലം വൈകാരികമായിട്ടല്ല, സമന്വയത്തിൻ്റെ മനോഭാവത്തിൽ വേണം അതിനെ വിലയിരുത്താൻ. അതായത് അതിൻ്റെ സാഹചര്യങ്ങളെ, അതിൻ്റെ വൈകാരിക അവസ്ഥയെ, അതിൻ്റെ അറിവിനെ ഒക്കെ സമന്വയ ഭാവത്തിൽ വിലയിരുത്തണം. എങ്ങനെ ഒരു ശരിയായ മനസാക്ഷി രൂപീകരിച്ച് മനുഷ്യപ്രവൃത്തിയെ വിലയിരുത്താൻ സാധിക്കും എന്നുള്ളത് വരും ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിക്കുന്നതാണ്. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70,
തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.